ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും ഇതൊരു പുതിയ അപ്ഡേറ്റ്സ് ആണ്. കേരള PSCയുടെ പുതിയൊരു അപ്ഡേറ്റ്സ് ആണ്. ആ അപ്ഡേറ്റ്സിനെ കുറിച്ച് അറിയിക്കുന്നതിന് മുൻപ് അറിയിച്ചിട്ടുള്ളതാണ്. എന്നാലും ഒരുപാട് സംശയങ്ങൾ എന്നൊന്നും വിളിച്ച് ചോദിക്കുന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഡൗട്ട്സ് ആയിരുന്നു. എത്ര പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും സംശയം വരുത്തുന്ന അല്ലെങ്കിൽ വരുന്ന ഒരു ഡൗട്ട്സ് ആണ്. അത് ക്ലിയർ ചെയ്യുന്നതിനുണ്ടാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ, ക്ലാസ്സുകൾ, ഫ്രീ ക്ലാസ്സുകൾ, പെയ്ഡ് ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ടീച്ചിങ്ങുമായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസുകൾ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുന്നതിനൊരു ബുദ്ധിമുട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക. അല്ലെങ്കിൽ ലൈക്ക് ചെയ്ത് വിട്ടാൽ, കാരണം യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ കിട്ടുന്നതിന് വേണ്ടി ഹൈപ്പ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. എന്നാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകളൊക്കെ എല്ലാവരിലേക്കും എത്തുന്നത്. അല്ലേ, ഒരു ജോലി ആഗ്രഹിച്ച് നിൽക്കുന്നവരാണ്, നമ്മൾ ടീച്ചിങ് പ്രൊഫഷനെ പാഷനായിട്ട് എടുത്തവരാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. അതിന് മുമ്പ് തന്നെ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം പറഞ്ഞ വീഡിയോസൊക്കെ ഏതാനും മണിക്കൂറുകളിൽ തന്നെ അപ്ഡേറ്റ്സ് ആകും. ഒത്തിരി ടീച്ചിങ് വേക്കൻസികൾ പുതിയത്, ഇന്നലെ നമ്മൾ ISROയുടെ വേക്കൻസീസ് പറഞ്ഞതുപോലെ തന്നെ ബെല്ലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സമഗ്ര ശിക്ഷ, NCERT, ഒത്തിരി യൂണിവേഴ്സിറ്റികളിൽ ബൾക്ക് പോസ്റ്റ് ഓഫ് അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, അങ്ങനെ എല്ലാം വിളിച്ചിട്ടുണ്ട്. മറ്റൊരു പോസ്റ്റുകൾ വന്നിട്ടുണ്ട്. അതിനെല്ലാം വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഉടനെ തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം നമ്മുടെ കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരള PSCയുടെ ജനറൽ ആയിട്ടുള്ള എല്ലാ എക്സാമുകളുടെയും പ്രായപരിധി കൂട്ടിയിട്ടുണ്ടായിരുന്നു. 4 വർഷം കൂട്ടിയായിരുന്നു, അല്ലേ? 36 വയസ്സെന്നുള്ളത് 40 ആക്കി ഉയർത്തിയായിരുന്നു. അപ്പം കാരണം നമ്മുടെ കേരള PSCയുടെ ടീച്ചർ അല്ലെങ്കിൽ ടീച്ചിങ്ങിന് അപ്ലൈ ചെയ്യുന്നുള്ള പ്രായപരിധി കൂടുതലായിരുന്നു. അത് ഇപ്പോൾ വന്ന ഏജ് എക്സ്റ്റൻഷൻ ആ ടീച്ചിങ്ങിലേക്കും വന്നോ എന്നുള്ളത്, അതിൻ്റെ ഓർഡർ ഉണ്ടോ എന്നുള്ളതായിരുന്നു പലർക്കും ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത്. ആ സംശയം തീർക്കുന്നതിന് വേണ്ടിയാണ് 22/6/2026 ഒരു ഉത്തരവ് കേരള ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു വിധമായിട്ടുള്ള സംശയങ്ങളും ഉണ്ടാകരുത്. അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന നേരിട്ടുള്ള നിയമനങ്ങൾക്ക് അപേക്ഷിക്കുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള ഉയർന്ന പ്രായപരിധിയിൽ ഉത്തരവ് തീയതി മുതൽ പ്രാബല്യത്തിൽ 4 വർഷത്തെ വർധനവ് വരുത്തി പരാമർശം 3 പ്രകാരം ഉത്തരവായിരുന്നു. ഓക്കെ, കേരള വിദ്യാഭ്യാസ നിയമം അധ്യായം 14A റൂള് 1-2, അധ്യായം 24B റൂൾ 5 പ്രകാരം സർക്കാർ സ്കൂളിലെ അധ്യാപകർക്കും അനധ്യാപകർക്കും നിയമനത്തിന് ബാധകമായ പ്രായപരിധിയിലെ ഇളവുകൾ എയ്ഡഡ് സ്കൂൾ അധ്യാപകർക്കും അനധ്യാപകർക്കും ബാധകമാണ്. ഓക്കെ, ഇനി സംശയമൊന്നും വരത്തില്ലല്ലോ. അതായത് കേരള ഗവൺമെൻറ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. എന്താണ്? അതായത് ടീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള, അല്ലെ, ടീച്ചർ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രായപരിധിയും ഉയർത്തിയിട്ടുണ്ട്. അതായത് ജനറൽ PSCക്ക് മാത്രമല്ല, ജനറൽ PSCയുടെ പ്രായപരിധി മാത്രമല്ല, ബാക്കിയുള്ള ടീച്ചിങ്ങിൻ്റെ പ്രായപരിധിയും ഉയർത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം ടീച്ചിങ്ങിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. അതായത് ജനറൽ കാറ്റഗറി എടുത്തു കഴിഞ്ഞാൽ ജനറലിൻ്റെ പ്രായപരിധി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയായിരുന്നു? ജനറലിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് ടീച്ചിങ്ങിന് അത് LP ആയിക്കോട്ടെ, UP ആയിക്കോട്ടെ, HS ആയിക്കോട്ടെ, HSST ആയിക്കോട്ടെ 40 ആയിരുന്നു, അല്ലേ? ജനറലിന് 40 ആയിരുന്നു. OBC എന്ന് പറയുന്ന കാറ്റഗറിക്ക് എത്രയായിരുന്നു? 43 ആയിരുന്നു. അതുപോലെ SC, അതുപോലെ ST, അതുപോലെ കൺവെർട്ടഡ്, അല്ലേ? കൺവെർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇതിൽ അവർക്കുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 45 വയസ്സായിരുന്നു. ഇതായിരുന്നു ഈ മുൻ കാലഘട്ടങ്ങളിൽ നമുക്ക് എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രായപരിധി ആയിരുന്നത്. ഇതിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മാറ്റം വന്നിരിക്കുന്നത്. ആ മാറ്റമാണ് ഈ പറയുന്നത്. അതായത് ഇനിയിപ്പോൾ ഈ ഓർഡർ പ്രകാരം LP, UP, HSCയും HST ഒക്കെ എഴുതുന്നതിനുള്ള ജനറലുകാരുടെ പ്രായപരിധി എന്ന് പറയുന്നത് 44 വയസ്സാണ്. OBCയുടെ പ്രായപരിധി എന്ന് പറയുന്നത്, അപ്പോൾ ജനറലുകാർക്ക് 44 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC എന്ന് പറയുന്നത് 47 വയസ്സും SC ST എന്ന് പറയുന്നത് എത്രയായിരിക്കും? 45 4 49 വയസ്സാണ്. ഓക്കെ, 49 വയസ്സിലേക്ക് മാറും. ഓക്കെ, ഇതാണ് നിലവിൽ വന്നിട്ടുള്ള എന്താ പറയുക പ്രായം എന്ന് പറയുന്നത്, എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രായം എന്ന് പറയുന്നത്. ഇതിൽ ഇങ്ങനൊരു ഇത് കാണുമ്പോഴത്തേക്ക് ഇപ്പോഴുള്ള നമ്മുടെ നിയമന നില അനുസരിച്ചുകൊണ്ട് പലരും ട്രോളാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ട്, അല്ലേ? കുഴിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴെങ്കിലും നിയമനം കിട്ടുമോ ഇത്രയൊക്കെ പ്രായപരിധി ആക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിയമന നില അനുസരിച്ചുകൊണ്ട്? പിന്നെ ഇത്തരത്തിലുള്ള ഒരു പരിധിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് പലർക്കുമുള്ള ഒരു ഡൗട്ട്സ് ഉണ്ട്. പ്രായമല്ല നമ്മളിവിടെ കണക്കാക്കുന്നത്. കേരള PSC നോട്ടിഫിക്കേഷൻ ഇറക്കുമ്പോൾ
ഞാൻ LPS ഇനിയിപ്പം ഉടനെ നിങ്ങൾ വിളിക്കാൻ പോവുകയാണ്, നവംബറിൽ വിളിക്കും, ഡിസംബറിൽ വിളിക്കും, ജനുവരിയിൽ വിളിക്കും, ഉടനെ വിളിക്കും എന്നൊക്കെ പറയുന്ന എക്സാം ഉണ്ടല്ലോ, LPUPയുടെ എക്സാം ഉണ്ടല്ലോ, LPUPയുടെ എക്സാമിനെ കുറിച്ച്, അല്ലെങ്കിൽ അതിൽ ആർക്കൊക്കെ ഏത് വർഷത്തിൽ ജനിച്ചവർക്ക് ഈ LPUP എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, അതിനു മുമ്പ് നമ്മുടെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ LPUPയുടെ ക്ലാസ്സുകളെ പറ്റി പറയുമ്പോൾ ഞാൻ ഈ മുകളിൽ പറഞ്ഞ ഡയലുകൾ തന്നെ പറയും എത്രത്തോളം. കാരണം നമുക്ക് തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം 123 പേരോളം ലിസ്റ്റിലുണ്ട്. അതിൽ 4 പേർക്ക് അങ്ങോട്ട് നിയമനം കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോ ഇട്ടിരുന്നതാണ്, ഒരാൾക്കും കൂടി നാലാമത്തെ ആൾക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട്. അല്ലേ, അത് നിയമനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ പറയാം, നല്ല റാങ്കുള്ളവർക്കൊന്നും കിട്ടുന്നില്ല. അത് റിസർവേഷൻ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ 1% അല്ലെങ്കിൽ 1% റിസർവേഷനൊക്കെ ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ 3% റിസർവേഷനൊക്കെ ഉള്ള ആൾക്കാർക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് 46, 48 ഒക്കെ ഉള്ള അങ്ങനെയുള്ള കാറ്റഗറിയിലേക്ക് അപ്പോയിൻമെന്റ് നടക്കുന്നേ ഉള്ളൂ. അല്ല, ജനറൽ ആയിട്ടുള്ളൊരു റാങ്ക് മൂവ്മെന്റ് ഉണ്ടാവുന്നില്ല. എന്നാലും നമ്മൾ പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷ കൈവിടണ്ട. ഓക്കെ, നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട സമയമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഒരു ലോങ് ടൈം ആയിട്ട് പഠിച്ചു തുടങ്ങും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നെക്സ്റ്റ് മന്ത് നമ്മൾ അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തതാണ്, 1-2 ഓറിയന്റേഷൻ ക്ലാസ്സുകളൊക്കെ എടുത്താണ്. പിന്നെ ഇതിനെപ്പറ്റി യാതൊരു വിധമായിട്ടുള്ള ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും കേരള PSC നടന്നിട്ടില്ലാത്തതുകൊണ്ടാണ് റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ആവാത്തത്. അപ്പം നമ്മൾ എന്തായാലും ഇതിന് വേണ്ടി മാത്രം പഠിക്കാൻ നിൽക്കുന്നവർക്ക് അതൊരു അനുകൂല ഘടകമാകും എന്നത് കണ്ടുകൊണ്ട് അടുത്ത നെക്സ്റ്റ് മന്ത് അടുത്ത മാസം 11-ാം തീയതി മുതൽ നമ്മൾ LPUPയുടെ ക്ലാസ്സുകൾ, ലോങ് ടൈം ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളാണ്, നോട്ട്സുകൾ. അതുപോലെ തന്നെ കഴിഞ്ഞ ബാച്ചിൽ നൽകിയതുപോലെ തന്നെ ക്യാപ്സ്യൂൾ നോട്ട്സിൻ്റെ റാങ്ക് ഫയൽ അല്ല, നമ്മൾ പ്രിന്റഡും ഹാൻഡ് റിട്ടനും ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സുകൾ കഴിഞ്ഞ തവണ നമ്മൾ നൽകിയ പോലെ തന്നെ നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക്, അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് 77 36 75 04 73 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. നമ്മൾ വലിയ ഒരു ഫീ ഒന്നും ഈടാക്കുന്നില്ല, കാരണം എല്ലാവർക്കും പഠിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ വലിയൊരു ഫീ ആണ്, അതിൻ്റെ ഒരു 50% ഏകദേശം 42,500 ആ ഒരു ലെവലുള്ള ഒരു ഫീ സ്ട്രക്ചറിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. LPUPയെ സംബന്ധിച്ച് അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിലവിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയും ഓറിയന്റേഷൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ബാച്ചുകൾ എന്ന് പറയുന്നത് ലോങ് ടൈം ബാച്ചുകളായിട്ടുള്ള, അതായത് ഇപ്പം നവംബർ ഡിസംബർ മാസത്തിൽ വിളിക്കാൻ പോകുന്ന ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ EMRS 3.0യുടെ ക്ലാസ്സുകൾ അഡ്മിഷനുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോകുന്നുണ്ട്. EMRS ഉണ്ട്, EMRS അതുപോലെ തന്നെ AES അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്കൂളിൻ്റെ, അതുപോലെ SSA സർവശിക്ഷ അഭിയാൻ, ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഉടനെ ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ലോങ് ടൈം ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുന്നതിന് വേണ്ടി നിങ്ങളിപ്പം നമ്മുടെ CTET വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ CTET ഒരു 2-2.5 മാസം നമുക്ക് ഉള്ള ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ മറ്റുള്ള ഒത്തിരി ഒരു ഷോർട്ട് ടേം കോഴ്സുകൾ അവൈലബിളായിട്ട് വരുന്നുണ്ട്. ഫിഷറീസ് സെക്ടർ പോലുള്ളതിൽ ഫിഷറീസ് ഓഫീസർ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഫിഷറീസ് പ്രൊജക്ട് ഓഫീസർ, അതിൻ്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി ഡയറി ഫോം ഇൻസ്ട്രക്ടർ അങ്ങനെയുള്ള ക്ലാസ്സുകളും വരുന്നുണ്ട്. അതുപോലെ തന്നെ HSA ഈ ഇത്തവണ HSST ഒക്കെ എഴുതി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബയോളജി ടീച്ചർ, എല്ലാ സബ്ജക്റ്റും വിളിക്കുന്നുണ്ട്, അതിൽ ബയോളജി ടീച്ചറിൻ്റെ ബയോളജിയുടെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ചാനലിലൂടെയും നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെയും വാട്സപ്പ് ചാനലിലൂടെയൊക്കെ അതിൻ്റെ അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും. ഉടനെ തന്നെ അതിൻ്റെ എല്ലാ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങളിലേക്ക് വരാം. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു പോകാം. സാധാരണ ഞാൻ LPUPയുടെ കാര്യമാണ് പറയുന്നത്, LPUPയുടെ പ്രായപരിധി അതിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ LPST അപ്ലൈ ചെയ്യുന്നവർക്ക് ഏത് തീയതി മുതൽ, അല്ലെങ്കിൽ ഏത് തീയതിയിൽ ജനിച്ചവർ മുതൽ അപ്ലൈ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2/1/1982. ഞാൻ ജനറലിൻ്റെ കാര്യമാണ് ആദ്യം പറയുന്നത്, ജനറൽ സെക്ഷൻ്റെ കാര്യമാണ് ആദ്യം പറയുന്നത്, ജനറൽകാരുടെ കാര്യമാണ് ആദ്യം പറയുന്നത്. അതായത് 2/1/1900, അതായത് ഈ ഡേറ്റ് മുതൽ മുന്നോട്ട് ഓക്കെ ജനിച്ചവർക്കെല്ലാം LPST അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ UPSTയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ UPST നോക്കുമ്പോഴത്തേക്ക് എത്ര പറ്റും, 1 വർഷം കൂടി കൂടുതൽ വരത്തേ ഉള്ളൂ അല്ലേ. അതായത് ഈ ഡേറ്റിന് 2/1/1983 മുതൽ ഓക്കെ 3 മുതൽ ജനിച്ച ഈ ഡേറ്റിന് മുന്നോട്ട് ജനിച്ചവർക്കെല്ലാം തന്നെ പരീക്ഷ LPST UPST ജനറൽകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത OBCയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, OBC കാറ്റഗറിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അതിൽ LPST ആർക്ക് ഏത് ഡേറ്റിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 2/1/1979 ഈ ഡേറ്റ് മുതൽ മുന്നോട്ട് ജനിച്ചവർക്ക് LPST അപ്ലൈ ചെയ്യാൻ പറ്റും. UPST എടുത്തു കഴിഞ്ഞാൽ 1 വർഷം കൂടെ കൂടി വരും. അപ്പോൾ
1980 ഈ വർഷം മുതൽ ജനിച്ചവർക്ക്, ഈ വർഷം മുതലല്ല ഈ ഡേറ്റ് ആണ് ഓർക്കേണ്ടത്, 2/1/1980 ജനിച്ചവർക്ക് OBC-കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കുള്ളത് നമ്മുടെ SC/ST കാർക്കുള്ളതാണ്. SC/ST കാർഡ് എടുത്തു കഴിഞ്ഞാൽ SC/ST എടുത്തു കഴിഞ്ഞാൽ അതിൽ LP സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 2/1/1977 2/1/1977 മുതൽ ജനിച്ചവർക്കും UP അസിസ്റ്റൻ്റ് ആണെങ്കിൽ 2/1/1978. ഓക്കെ, ഈ ഡേറ്റിൽ മുതൽ ജനിച്ചവർക്ക് ഇനി വരാൻ പോകുന്ന LPSC, അതായത് ഈ ഒരു ഡേറ്റ്, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ നിലവിലുള്ള PSCയുടെ ഓരോ പരീക്ഷയും വിളിക്കുന്ന, അതായത് ഒരു റാങ്ക് ലിസ്റ്റ് വന്ന് 1.5 വർഷം കഴിയുമ്പോഴത്തേക്കും അടുത്ത പരീക്ഷ വിളിക്കുമെന്നുള്ള ക്രൈറ്റീരിയ വെച്ചുകൊണ്ടുള്ള പ്രായപരിധിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പം നിങ്ങളുടെ ബൈ ചാൻസിൽ LP UP വിളിക്കാനായിട്ട് താമസിക്കുകയാണെങ്കിൽ ഡേറ്റിൽ മാറ്റം ഉണ്ടാവും. ഓക്കെ, മുന്നോട്ടുള്ളതിൽ മാറ്റം വരും. അപ്പം ഡിസംബറിലോ നവംബറിലോ ഡിസംബറിലോ ജനുവരിയിലോ, അല്ല ഇതിപ്പോൾ ഒരു ഡിസംബർ കണക്കാക്കിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രായപരിധിയിൽപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ മുന്നോട്ട് ജനിച്ചവർക്കല്ല, ഈ ഡേറ്റ് ഓഫ് ബർത്ത് മുതൽ ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, LP UP അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ LP UP പഠിക്കുന്നവരാണെങ്കിൽ നമുക്കൊരു കൺഫർമേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. ഡിസംബറിൽ വിളിക്കും, അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ റെഗുലറായിട്ടുള്ള കേരള PSCയുടെ ക്രൈറ്റീരിയ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം. ഓക്കെ, ഇനി സ്വാഭാവികമായിട്ടും ആ ക്രൈറ്റീരിയ അനുസരിച്ച് ഡിസംബറിലോ മറ്റോ വിളിച്ചില്ലെങ്കിൽ, ഒന്നിൽ നവംബറിൽ അല്ലെങ്കിൽ ഡിസംബറിൽ ജനുവരിയിൽ വിളിച്ചില്ലെങ്കിൽ ഈ ഡേറ്റൊക്കെ മാറും. കാരണം നമ്മുടെ ഇപ്പോഴത്തെ നിയമന നിലയും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, സാധാരണയായിട്ട് ഓരോ വർഷവും TTC-കാരുടെയും CTET-കാരുടെയും KTET-കാരുടെയൊക്കെ എണ്ണം കൂടി വരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അപേക്ഷകരുടെ കഴിഞ്ഞ തവണ ഉള്ളതിനേക്കാളും ഉള്ള അപേക്ഷകരുടെ എണ്ണം കൂടുതലായിട്ട് വരും അല്ലേ. ഈ പഴയ സിലബസ് മാറും, തീർച്ചയായിട്ടും നമ്മുടെ സ്കൂൾ കരിക്കുലം മാറുന്നതനുസരിച്ച് സിലബസിലൊക്കെ മാറ്റം ഉണ്ടാകും. കാരണം നമ്മൾ ഓരോ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അപ്പോൾ സിലബസൊക്കെ പുതുതായിട്ട് മാറ്റം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം, സിലബസ് മാറ്റം വരും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മുന്നേ നടത്തിയിരുന്ന എക്സാമിനേക്കാളും ടഫായിട്ടുള്ള എക്സാം ആയിരിക്കും വരുന്നത്, ടഫസ്റ്റ് ആയിട്ടുള്ള എക്സാംസ് ആയിരിക്കും ഉണ്ടാകുന്നത്. കാരണം വെച്ചാൽ നമുക്കറിയാം ഇവിടെ ഓരോ എക്സാംസും ഒരു 50% എബോവ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ അസേർഷൻ റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ കൺസെപ്റ്റ് ഓറിയൻ്റ് ആയിട്ട്, കണ്ടന്റ് ബേസ്ഡ് ആയിട്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റൂ. പണ്ട് കാലത്തെ പോലെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഗൈഡ് വാങ്ങിച്ചുകൊണ്ട് റൂമിനകത്ത് കയറി അടച്ചുപൂട്ടിയിരുന്ന് അത് പഠിച്ച് തീർത്തിട്ട് എക്സാം എഴുതാൻ വന്നു കഴിഞ്ഞാൽ റാങ്ക് കിട്ടത്തില്ല. നമുക്കറിയാം ഇപ്പോഴും നമുക്ക് ജോലി കിട്ടണമെങ്കിൽ ഒരു ഹൈ റാങ്കിങ്ങിലേക്ക് നമുക്ക് എത്തിയാൽ മാത്രമേ, 1ാം റാങ്ക് കിട്ടിയവർക്ക് പോലും പല ജില്ലകളിലും നിയമനം നടക്കാത്തൊരവസ്ഥയാണ് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിൽ വരുന്ന വേക്കൻസി അനുസരിച്ചുകൊണ്ട് നമുക്ക് നിയമനങ്ങളൊക്കെ ലഭിക്കണമെങ്കിൽ അത്രത്തോളം നല്ല ഹൈ റാങ്കിങ് പൊസിഷനിലേക്ക് വരണം. ഇതിനിടയിൽ നിങ്ങൾ കുറേ പത്രവാർത്തകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ പത്രവാർത്തകളിലൂടെയൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ വർഷം 12,000 സംതിങ് ആൾക്കാരൊക്കെ റിട്ടയർഡ് ആകുന്നുണ്ട്, അതിലേറ്റവും കൂടുതൽ ടീച്ചേഴ്സ് ആണെന്നൊക്കെ ഉള്ളത്. എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് ജോലി കിട്ടണമെങ്കിൽ ഹൈ റാങ്കിങ് പൊസിഷനിലേക്ക് നമ്മൾ എത്തിയാൽ മാത്രമേ പറ്റൂ. അപ്പോൾ പരീക്ഷ കുറച്ച് ടഫായിട്ടുള്ള എക്സാം തന്നെ ആയിട്ട് മാറും. മനസ്സിലായാലും 1 വേഡ് ക്വസ്റ്റ്യൻസും പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല എന്നുള്ള കാര്യമാണ്. ഓക്കെ, പിന്നെ അതിനനുസരിച്ച് നമ്മുടെ മീൻസ് റിവിഷൻ ഓഫ് പേയിലൊക്കെ, അതായത് നമ്മുടെ സാലറിയിലൊക്കെ വ്യത്യാസങ്ങൾ വരും എന്നുള്ള കാര്യമാണ്. അതിൽ നിങ്ങൾ ഇപ്പം നമ്മുടെ ഈ ഒരു പ്രായപരിധി കൂട്ടിയതിനോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിക്കാനുള്ളത്, അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന, ഒരിക്കലും പെൻഷൻ പ്രായം ഏകീകരിക്കരുതേ, കൂട്ടരുതേ എന്നുള്ളതാണ്. പെൻഷൻ പ്രായം കൂട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഈ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊന്നും ഒരു കാര്യമില്ല. നേരത്തെ പറഞ്ഞ ഒരു കാര്യം പോലെ ആയിപ്പോവും അല്ലേ. കുഴിയിലോട്ട് കാലെടുത്ത് വയ്ക്കാൻ നേരത്തായിരിക്കാം ആ ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ടീച്ചിങ് പാഷനേറ്റ് ആയിട്ടുള്ള ഇത് മാത്രം മതി, LP UP മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മുൻകൂട്ടി പഠിച്ചു തുടങ്ങാം. അല്ലാതെ ഉള്ളവർ മറ്റുള്ള എക്സാമിനും കൂടി പ്രിപ്പയർ ചെയ്യണം, അതും കൂടി നിങ്ങൾ നോക്കണം. ഓക്കെ, പിന്നെ ഈ പഠിക്കേണ്ട രീതിയിൽ നമ്മൾ നോർമലായിട്ട് പഠിക്കാൻ എടുക്കുന്ന സമയത്തേക്കാളും സമയമൊക്കെ കൂട്ടി പഠിക്കാൻ നോക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ OMR ഷീറ്റൊക്കെ ഫോട്ടോസായിട്ട് എടുത്ത് അതിൽ OMRൽ തന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പരിശീലിപ്പിക്കണം. സിലബസ് ഫുള്ള് നന്നായിട്ട് ഡീപ്പായിട്ട് തറലി ആയിട്ട് കണ്ടന്റ് ബേസ്ഡ് ആയിട്ട് സിലബസ് പഠിച്ചു തീർക്കുക എന്നുള്ളതാണ്. ഡീപ്പായിട്ട് ഓരോ കാര്യങ്ങളെ സമീപിക്കുക. എക്സാമ്പിൾ നമ്മുടെ സയൻസ് സബ്ജക്റ്റുകൾ, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ CDP ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി എന്ന് പറയുന്ന ഏരിയ വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ പഠിക്കണം. ബാക്കി ഇംഗ്ലീഷും മലയാളമൊന്നും പഠിക്കണമെന്നല്ല, നമുക്കറിയാം ഇപ്പോഴും ചോദിക്കുന്ന ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും ചോദ്യങ്ങളെന്ന് പറയുന്നത് കേറ്റിട്ടും സീറ്റും നമ്മൾ നോക്കിയാൽ മതി അല്ലേ. പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ഗ്രാമറുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത്.
നമ്മൾ മുമ്പ് സന്ധി സമാസവും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് പോയിരുന്ന കാലഘട്ടത്തിൽ ഇപ്പോൾ അതിനേക്കാളും വളരെ വിപുലമായിട്ടുള്ള പ്രാക്ടിക്കൽ ഗ്രാമറുകളും അത് ഡീപ്പായിട്ടുള്ള മലയാള ഭാഷയുടെ ഉദയം മുതലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാ പരീക്ഷയ്ക്കും ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണല്ലോ നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് CA എന്ന് പറയുന്നത്. അത് നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ പഠിക്കാനായിട്ട് പത്രത്തിലൂടെയും വാർത്തകളിലൂടെയും ഒക്കെ എഴുതിയെടുത്ത് സ്വന്തമായിട്ട് തന്നെ ഓരോ ദിവസവും ഒരു അരമണിക്കൂർ 1 മണിക്കൂർ അതിന് സമയം നിങ്ങൾ കണ്ടെത്തണം. അതൊക്കെ പഠിച്ചു തുടങ്ങണം. അതെല്ലാ പരീക്ഷയും നിങ്ങൾക്ക് LP UP മാത്രമല്ല മറ്റുള്ള എല്ലാ എക്സാമിനും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ തീർച്ചയായിട്ടും പഠിക്കുക. ഈ എല്ലാവരും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ പഠനം മാത്രമായിട്ട് കൊണ്ടുപോകരുത്. നമ്മൾ പഠിക്കുന്നതിനേക്കാളും 100 ഇരട്ടി ശക്തിയോടുകൂടി റിവിഷൻസ് അല്ലെങ്കിൽ റെപ്പറ്റീഷൻ ഇസ് ദ മദർ ഓഫ് PC എന്ന് പറയും. അതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് നോക്കുകയും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ചിന്തിക്കും ഇപ്പോൾ HSA LP UP HSA പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കാനായിട്ടിരിക്കും. അതിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, എല്ലാത്തിനും ജനറൽ സെഷൻസ് ഉണ്ട്. LP UP കൂടുതലായിട്ട് ജനറൽ ഏരിയ എല്ലാം വരും. ബാക്കി HSA HSA ഒക്കെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ജനറൽ ഉള്ളൂ. എന്നാലും ജനറൽ സെക്ഷൻ ഉള്ളെങ്കിലും നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ബാക്കി ആ ഒരു ഇയറിൽ അല്ലെങ്കിൽ നമ്മുടെ എക്സാം നടക്കുന്നത് വരെയുള്ള എന്നാണോ എക്സാംസ്, ഇപ്പം എക്സാമ്പിൾ 2027 ഒരു ഏപ്രിൽ മെയ് മാസത്തിലാണ് അല്ലെങ്കിൽ ജൂൺ മാസത്തിലാണ് എക്സാം എങ്കിൽ ആ 2027 ജൂൺ മുതൽ ബാക്കിലോട്ട് ഉള്ള ഫുള്ള് 2026 വരെ 6 ജനുവരി വരെയുള്ള കേരള PSC വിളിച്ചിരിക്കുന്ന ഈ തരം സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഒരു 50% മാർക്ക് നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. പ്രധാനമായിട്ട് കറണ്ട് അഫയേഴ്സ് ഒക്കെ എല്ലാം കിട്ടും അവിടെ നിന്ന് തന്നെ. അപ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടി നിങ്ങൾ ചെയ്യണം. അതിന് എല്ലാവർക്കും മീൻസ് ഒരു മെൻറ്റർ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കോച്ചിങ് ഇതൊന്നും വേണമെന്നില്ല. വീട്ടിൽ ഇരുന്ന് സ്വന്തമായിട്ട് പഠിക്കുന്നവരൊക്കെ ഉണ്ട്. അതില്ലാത്തവരാണല്ലോ കോച്ചിങ്ങിലൊക്കെ പോകുന്നത്. അങ്ങനെയുള്ളവരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം വളരെ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. അപ്പം ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഈ CTET 1, 2 ഒക്കെ ഉള്ളവർക്ക് ഇനി ഒത്തിരി എക്സാംസുകൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിങ്ങൾ ഇംഗ്ലീഷിനെ ഹിന്ദിയും പേടിക്കുന്നവർ ഞാൻ ഇപ്പോഴേ പറയുന്നു, ഫസ്റ്റ് നിങ്ങൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഇത്തരത്തിലുള്ള സെൻട്രൽ ഗവൺമെൻറ് EMRS-ഉം AES KVS-ഉം NVS-ഉം DSSB ഇത്തരത്തിലുള്ള എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇവിടെ കേരള PSC ഒരു പോസ്റ്റ് വിളിക്കുമ്പോൾ മറ്റുള്ളത് 1000 പോസ്റ്റാണ്. 1:1000 എന്നുള്ള ലെവലിലാണ് ഓരോ PRT ആയിക്കോട്ടെ TGT ആയിക്കോട്ടെ PGT ഒക്കെ വിളിക്കുന്നത്. ആദ്യം നമ്മളത് പഠിക്കുകയും എക്സാം അറ്റൻഡ് ചെയ്യുകയും 3 ടയർ എക്സാമാണ്. ഫസ്റ്റ് ടയറും സെക്കൻഡ് ടയറും ഇൻ്റർവ്യൂ ഒക്കെ വരുന്ന എക്സാമുകളാണ്. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ആകുമ്പോൾ മാത്രം നിങ്ങൾ ഭാഷയെ പറ്റി ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർ അതിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവർ അങ്ങനെയുള്ള എക്സാമുകളിലേക്കും തിരിയണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഏതാണ് ഞാൻ ഈ പറഞ്ഞ EMRS-നെ കുറിച്ചും AES-നെ കുറിച്ചും SSA കുറിച്ചും NCERT കുറിച്ചും KVS-നെ കുറിച്ചും NVS-നെ കുറിച്ചും ഒക്കെ അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക്. ഓക്കെ, ഉടനെ വിളിക്കാൻ പോകുന്നത് EMRS-ഉം AES-ഉം SSA ആണ്. അതിൻ്റെ സെക്കൻഡ് റിസൾട്ട് ഒക്കെ വരാനുണ്ട്. അപ്പോൾ അവരുടെ വേക്കൻസി നോട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഈ 2026 ഡിസംബറിന് മുന്നേ അതിൻ്റെ എക്സാംസ് വിളിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ LP UP ലോങ് ടേം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളെ ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി പറയുന്നു, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം, ജയ് ഹിന്ദ്.